ഹലോ, അതെ മോഹനാണ്. ആരാ? യമനിയാ? എന്താ ഈ നേരത്ത്? വെറുതെ വിളിച്ചതാ. എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. എന്താ വിളിച്ചൂടെ? ജോലിയൊക്കെ കഴിഞ്ഞോ? ഹലോ, ഉറക്കപ്പറ. എന്താ പറഞ്ഞേ? STD ആണെന്നോ? പിശുക്കൻ. സാരമില്ല, ഇപ്പൊ മണി 10 കഴിഞ്ഞു. ക്വാർട്ടർ ചാർജേ ഉള്ളൂ. ഹലോ, നാളെ തന്നെ പുറപ്പെടണം. ഇവിടെ വന്നിട്ട് ആഹാരം കഴിച്ചാൽ മതി. അകത്തേക്ക് വെക്കുള്ളൂ. പിന്നെ ഹലോ, കുറച്ചുകൂടെ ഉറക്കപ്പറ. ഹലോ ഹലോ, എന്താ ആലോചിക്കണേ? ഒന്നുമില്ല, ഞാൻ വേറെന്താ ആലോചിച്ചു പോയതാ. താനല്ലേ ഇവിടുത്തെ മാനേജർ? അതെ സാർ. ആ ഫോണിങ് എടുക്ക്. എടോ അവിടെ നിക്കടോ. താനേതാ? ഞാനിവിടെ. താനും ഇതിൽ പെട്ടതാണോ? അല്ല സാർ, ഞാൻ അത്രത്തുള്ള ആളൊന്നുമല്ല. ഐ എം എ ജെന്റിൽമാൻ. ഞാനൊരു കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജരാ. ടൂറിന് വന്നപ്പോ ഇവിടെ. അസിസ്റ്റന്റ് മാനേജർ ടൂറിന് വന്നാണെന്ന്? തനിക്ക് താമസിക്കാൻ വേറെ ഹോട്ടലിൽ നിന്ന് കിട്ടിയില്ലടോ. പോ. ആ ഫോൺ എടുക്കട്ടെ. നല്ലൊരു ദിവസമായിട്ട് 10 പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോഴേ അവന്മാരുടെ ഒരു റെയ്ഡ്. മനുഷ്യന് ജീവിക്കാൻ വയ്യാതായി. സാറോ, ഏതായാലും ആ കോള് വന്ന് സാറ് രക്ഷപ്പെട്ടു. വിളിച്ചത് ആരായിരുന്നാലും ശരി, ദൈവം അവരനുഗ്രഹിക്കട്ടെ. ആ ഫോൺ വന്നില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നാളെ പത്രത്തെ തലക്കെട്ടിൽ പേരും പടവും. അതും കൂടാതെ സുഖമായിട്ട് ലോക്കപ്പ് കയറുന്ന ഉണ്ടിയും കഴിച്ചുകൂടായിരുന്നു. സാറല്ലാണ്ട് ഈ മാതിരി പണിക്കൊക്കെ പോവോ? ഇതൊക്കെ മാന്യന്മാർക്ക് പറ്റിയ പണിയാണ്. മറ്റേ വർത്താനം പറഞ്ഞോണ്ടല്ലോ. യമുന ഇപ്പൊ ഫോൺ ചെയ്തില്ലായിരുന്നെങ്കിൽ. അതുകൊണ്ടല്ലേ സാറ് രക്ഷപ്പെട്ടത്. അയ്യോ, കഴുത്ത് മുറുകി. എന്താ സാർ വിളിച്ചത്? തനിക്ക് യമുനയുടെ വീട് അറിയില്ലേ? അറിയാം. താൻ അവിടം വരെ ഒന്ന് പോണം. എന്നിട്ട് ഈ പൈസ യമുനയുടെ അച്ഛനെ ഏൽപ്പിക്കണം. 1-ാം തീയതി ശമ്പളം കിട്ടിയപ്പോ തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചാ മറന്നുപോയി. പിന്നെ അച്ഛനെ തന്നെ ഏൽപ്പിക്കണം. അവിടെ കിളവി തള്ളേന്ന് സൂക്ഷിച്ചോണം. ശരി സാർ. ഹലോ, Are you sure? കൈ കാണിച്ചോ? ഞാൻ കണ്ടില്ല സാർ. എവിടെ നട സ്കൂട്ടർ മോഷ്ടിച്ചത്? മോഷ്ടിച്ചതോ? ഇതെന്റെ സ്വന്തം സ്കൂട്ടറാണ് സാർ. ഐ എം എ ജെന്റിൽമാൻ വർക്കിംഗ് ആസ് ആൻ അസിസ്റ്റന്റ് മാനേജർ ഇൻ എ റെപ്യൂട്ടഡ് കമ്പനി സാർ. സാർ പേടിക്കൊന്നും വേണ്ട, ഇതിന്റെ പേപ്പേഴ്സ് അപ് ടു ഡേറ്റ്. നിർത്തണോ? ഒരു വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ വന്നതും താൻ അറിഞ്ഞില്ലല്ലേ? വണ്ടി ഇടിച്ചെന്നോ? എനിക്കൊന്നും ഓർമ്മയില്ല സാർ. സത്യത്തിൽ അതൊന്നും ഓർക്കാൻ പറ്റിയൊരു മൂഡിലല്ല സാർ ഞാനിപ്പോ. എന്താണോ? ഞാനൊരു അച്ഛനാകാൻ പോകുന്ന വിവരം ഭാര്യ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഒന്നും ഓർത്തില്ല. സോറി, ഐ എം വെരി സോറി. എന്റെ ഭാര്യ 6ാമത് പ്രസവിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണോ ഞാനും ചെയ്തത്. ആ പോലീസുകാരൻ എന്നെ പിടിച്ച് അകത്തിടാത്ത എന്റെ ഭാഗ്യം. അഭിനയ്, നീ ഉടനെ റെഡിയാവണം, നമുക്കൊന്ന് പുറത്തു പോകണം. എന്തിനാ? ഓഫീസിലുള്ളവർക്കെല്ലാം സ്വീറ്റ് മേടിച്ചു കൊടുക്കണ്ടേ? നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ കുട്ടാ? നാണല്ലോ. എന്തിനാ ഇതൊക്കെ കൊട്ടി കൊഴിച്ചോണ്ട് നടക്കണേ? ഞാൻ എന്തിനാ നാണിക്കണേ? കഴിഞ്ഞ കുറെ കാലമായി ഓരോരുത്തരും മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. എന്നാ അച്ഛനാവുന്ന വിചാരിച്ചോടെ അച്ഛനാവാൻ പറ്റില്ലാന്ന് ഈ ദരിദ്രവാസികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? അഭിനയ്, ഇനിയാണ് നീ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. വെള്ളം കോരാൻ പാടില്ല, തുണി നനയ്ക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. അയ്യോ, ഈ പറഞ്ഞതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാ, പക്ഷേ ഇത് പാടില്ല. അയ്യോ, അത് ശരിയാവില്ല. നീ നിന്നേ. ജയോ, വാ. മോഹനല്ലേ? ഉണ്ടായിരുന്നു, ഇപ്പൊ പുറത്തു പോയതേ ഉള്ളൂ. വിശ്വം മരിച്ച ശേഷം എല്ലാവരും എന്റെ വീട് മറന്നു, നീ പോലും. അയ്യോ, സത്യത്തിൽ വരണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ജയെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള പ്രയാസം കൊണ്ടാ. ഒരർത്ഥത്തിൽ നീ പറഞ്ഞത് ശരിയാ. കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ എന്റെ പേരിൽ സിമ്പതി, വീട്ടുകാർക്കാണെങ്കിൽ ശപിക്കപ്പെട്ടവളെന്ന പരാതി.
എല്ലാം വിധി പോലല്ലേ നടക്കൂ. എല്ലാവർക്കും പരാതി പറയാൻ ഒരു വാക്കുണ്ടല്ലോ, വിധി. ഞാനും അങ്ങനെ സമാധാനിക്കാം. പിന്നെ ഞാനിപ്പോ വന്നത് മോഹന്റെ ഒരു ഹെൽപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. യമുന മോഹനോടൊന്ന് പറയണം. ജയ ഇന്നും വന്നിരുന്നു. അവളുടെ ഭർത്താവിന്റെ LICയിലെ പൈസ ഇതുവരെയും കിട്ടിയില്ലെന്ന്. LICയിലെ മോഹൻ ഒരുപാട് പരിചയക്കാരുണ്ടല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തൂടെ? അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന്. പിന്നെ അതിന്റെ പുറകെ തൂങ്ങി നടക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അയ്യോ പാവം, അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം പൈസയ്ക്ക് വല്ലാതെ ബുദ്ധിമുട്ടുക. വീട്ടുകാരെ എതിർത്തുള്ള കല്യാണമായിരുന്നുകൊണ്ട് സഹായിക്കാൻ തന്നെ ആരുമില്ല. നമ്മളോടുള്ള വിശ്വാസം കൊണ്ടല്ലേ അവൾ ഇവിടെ തന്നെ വന്നത്. അതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട, എനിക്ക് വേണ്ടി അത് ചെയ്തേ പറ്റൂ. ഇതിനൊക്കെ നന്ദി പറയാൻ തുടങ്ങിയാ പിന്നെ അതിനെ സമയം കാണും. ഞാൻ കാരണം മോഹൻ ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ? ഹേയ്, ചിലപ്പോ ഈ ബുദ്ധിമുട്ടൊക്കെ ഒരു സുഖമല്ലേ, അല്ലെങ്കിൽ നമ്മളൊക്കെ മടിയന്മാരായി പോവും. പിന്നെ സാധാരണ ഇത് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കാറ്. ഞാൻ നിർബന്ധിച്ചുകൊണ്ട് എന്റെ തന്നെ തന്നയച്ചത്. വിശ്വത്തിന്റെ ലെറ്റർ പാഡ് ഉണ്ടെങ്കിൽ ചെക്ക് കൈപ്പറ്റിയതായി ഒരു റെസിപ്റ്റ് ലെറ്റർ കിട്ടിയാൽ കൊള്ളാം. ഇന്ന് തന്നെ വേണം, അതുകൊണ്ടാ. അതിനെന്താ തരാലോ. ഓ, മണി 11 കഴിഞ്ഞു. അത് പിന്നെ നിക്ക് തപ്പി തടയൊന്നും വേണ്ട, കാര്യം മാത്രം പറഞ്ഞാ മതി. അല്ല, അയ്യോ, ഗ്യാസിന്റെ ആണോ? എന്തോ ഒരു മണം. ആവിയ മറന്നോ എന്തോ? ഗ്യാസിന്റെ അല്ലല്ലോ, വേറെ എന്തോ ഒരു മണം. അവിടെ നിക്ക്. മോഹൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? കള്ളു കുടിച്ചിട്ടുണ്ടോന്ന്? പിന്നെ ബ്രാൻഡി കുറെ കാലം കൂടി എന്നൽപ്പം കഴിച്ചു. കാരണം ഞാൻ വേണ്ട മോഹൻ, വീണെടുത്തിരുന്ന് ഉരുളണ്ട. ഞാൻ ഒരു കൂട്ടുകാരന്റെ പ്രശ്നം തീർക്കാൻ പോയതാ. കൂട്ടുകാരന്റെ പ്രശ്നോ? അല്പം കോംപ്ലിക്കേറ്റഡാ. പറഞ്ഞ എനിക്ക് മനസ്സിലാവും. എന്റെ കൂട്ടുകാരനൊരു അബദ്ധം പറ്റി. അവൻ വിവാഹിതനാ. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടു. അവനും എന്നെപ്പോലെ ഭാര്യ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവനാ. അതുകൊണ്ട് അവനത് താങ്ങാൻ കഴിയുന്നില്ല. ഭാര്യയോട് എല്ലാം തുറന്നു പറയാൻ അവന്റെ മനസ്സ് പറയുന്നു. പക്ഷെ ഒരു ഭയം. അവൻ എന്റെ ഉപദേശം ചോദിച്ചു. ഭാര്യ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സ്ഥിതിക്ക് എല്ലാം തുറന്നു പറയുന്ന ശരിയെന്ന് ഞാൻ പറയട്ടെ? പറഞ്ഞാൽ ഒരുപക്ഷെ ഭാര്യ അവന് മാപ്പ് കൊടുത്താലോ? നിനക്കെന്ത് തോന്നുന്നു? എല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ക്ഷമിക്കാം. യമുനയാണ് ആ സ്ത്രീയുടെ സ്ഥാനത്തെങ്കിലോ? ഞാനോ? എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആരാ മോഹന്റെ കൂട്ടുകാരൻ? ഞാൻ തന്നെ. എന്റെ യമുനയാണ് ഭാര്യ. എന്റെ യമുനയാണ് ഭാര്യ. എന്റെ യമുനയാണ് ഭാര്യ. എന്റെ യമുനയാണ് ഭാര്യ.